നമസ്കാരം കൂട്ടുകാരെ. ഇത്തവണത്തെ ഞങ്ങളുടെ കണ്ണൂർ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ പെരുമാളെ കാണുക എന്നുള്ളതാണ്. എനിക്ക് പ്രജുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ വർഷവും പെരുമാളെ കാണാൻ സാധിച്ചു എന്നതാണ്. ഇതിൽ എൻ്റെ 2 മക്കളുടെ ഡെലിവറി ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വർഷവും ഞാൻ പെരുമാളെ കാണാൻ എത്തിയിട്ടുണ്ട്. എനിക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 2 വണ്ടികളിലായിട്ടാണ് ഇറങ്ങിയത്. അമ്മയും അച്ഛനും കുട്ടികളും ഇളയമ്മയും കാറിലും ഞാനും പ്രജുവും സ്കൂട്ടിയിലുമാണ് ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ കാറിൽ പോകുന്ന യാത്രയേക്കാൾ ഭയങ്കര മനോഹരമാണ് സ്കൂട്ടിയിലുള്ള യാത്ര. കാരണം ചുറ്റുമുള്ള മലയും കുന്നും പുഴയും ഒക്കെ കണ്ടു വേണം നമുക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ ആദ്യമേ എത്തിയത് കൊണ്ട് അച്ഛനും അമ്മയും വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഓടപ്പൂക്കളും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്തവണ ഒരുപാട് സ്ഥലത്ത് ഓടപ്പൂവിൻ്റെ ഷോപ്പുണ്ടായിരുന്നു. അതിനുശേഷം മക്കൾ വന്ന് വാവലിപ്പുഴയിൽ ഇറങ്ങി കാലൊക്കെ നനച്ചു. അവർ ആ വെള്ളത്തിൽ കളിയായി. നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞ് പണ്ടൊക്കെ അമ്മയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കുളിച്ചിട്ടാണ് അത്ര അമ്പലത്തിൽ പോയി തൊഴാം. എന്നിട്ട് രാത്രി അവിടെ നിന്ന് രാവിലെ വീണ്ടും തൊഴുതിട്ടാണ് തിരിച്ചു വരിക എന്നുള്ളത്. അമ്മയായിട്ട് വീട്ടിൽ നിന്ന് നടന്നാണ് അത്രേ പോവുക. അങ്ങനെ അമ്മയ്ക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ടായിരുന്നു അമ്പലത്തിനെ കുറിച്ച്. ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും ആ മഴയെ വകവയ്ക്കുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിലൂടെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൽ ദർശനം നടത്തി. ആ വെള്ളത്തിലൂടെയുള്ള യാത്ര കുട്ടികളൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ചെറുത് ഒരു വിധത്തിൽ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിലിറങ്ങി നടക്കാൻ വേണ്ടി വാശി പിടിച്ചു. എന്നിട്ട് അവൻ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ ചാടിക്കളിയും തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പെരുമാളെ കണ്ടു മനസ്സ് നിറയെ പ്രാർത്ഥിച്ചു. 1 വർഷം പറയാൻ കാത്തുവെച്ചതൊക്കെ അവിടെ പറഞ്ഞു തീർത്തു. അതിനുശേഷം 3 പ്രാവശ്യം വെള്ളത്തിലൂടെ ഭഗവാനെ മനസ്സിൽ ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണം വച്ചു. അതിനുശേഷം ഭണ്ഡാരം പെരുക്കി ഈ വർഷത്തേക്ക് അടുത്ത വർഷം കാണാമെന്ന് ഭഗവാനോട് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയത്ത് ഞങ്ങൾ തിരിച്ചു നടന്നു. അതിനുശേഷം ഓടപ്പൂ വാങ്ങാനായി കയറി. ദക്ഷൻ്റെ താടിയാണ് എന്നാണ് ഈ ഓടപ്പൂവിന് പറയുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലേക്കും വണ്ടിയിലേക്കും ഓരോ ഓടപ്പൂ വാങ്ങി. അതിനുശേഷം കുട്ടികൾക്ക് ടോയ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഞങ്ങൾ ടോയ് വാങ്ങാനായി കയറി. ആ കൂട്ടത്തിൽ എനിക്കും 1-2 സാധനങ്ങൾ വേണമായിരുന്നു. ഞാനും ആ സാധനങ്ങളെല്ലാം വാങ്ങി. അതിനുശേഷം പോയപ്പോഴാണ് പേരെഴുതി കൊടുക്കുന്ന മോതിരം വിൽക്കുന്ന ആളിനെ കണ്ടത്. അങ്ങനെ ഞാൻ പ്രജുവിനെ കൊണ്ട് പറഞ്ഞ് എനിക്കൊരു പേരെഴുതിച്ചുകൊണ്ടുള്ള മോതിരം വാങ്ങിച്ച് അതൊക്കെ കയ്യിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മഴ കനത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞാൻ കൊട്ടിയൂരെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു അടുത്ത വീഡിയോ.